പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകരുതെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. ഒരു 10 മിനിറ്റ് ഈ വീഡിയോയ്ക്ക് മുമ്പിൽ ചെലവഴിക്കാൻ സാധിച്ചാൽ, ഇനി ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ഇതവിടെ പ്ലേ ചെയ്ത് വെച്ച് ഇതൊന്ന് കേൾക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ആത്മീയ പുരോഗതിക്ക്, ഭൗതിക പുരോഗതിക്ക് ഈ ഒരു ടോക്ക് കാരണമായി തീരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലൊക്കെ പലപ്പോഴും പലരും വിളിച്ച് അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന ഒരു കാര്യമുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കുത്തിരിപ്പ് കടം, പൂർവികരായിട്ട് അറിഞ്ഞോ അറിയാതെയോ വരുത്തി വെച്ച സാമ്പത്തിക മേഖലയിലുള്ള ശാപബന്ധനം, തലമുറയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ പാപത്തിന്റെ എന്താ പറയണ്ട കടന്നുവരവ്, പാപബന്ധനം, അതാണ് പ്രിയപ്പെട്ടവരെ കുത്തിരിപ്പ് കടം. പ്രിയപ്പെട്ടവരെ, ഇന്നും ഇപ്പം നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ കീഴിൽ ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ, നമ്മൾ ഒരുപക്ഷെ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ പറമ്പിൽ, നമ്മൾ കൃഷിയിടത്തിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ വേലയ്ക്ക് കൂലിക്ക് നമ്മൾ ആളെ വിളിച്ച് ജോലി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ വളരെ വ്യഗ്രതയോടുകൂടി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്ന കൂലിക്ക് അനുസൃതമായ ഒരു തൊഴിൽ അവൻ ചെയ്യുന്നുണ്ടോ? ഒരു തൊഴിൽ അവൻ ചെയ്യുന്നുണ്ടോ? കാരണം അത് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ആ കൂലി നമുക്ക് നഷ്ടമാണ്. അത് നമുക്കറിയാം. നമ്മൾ ഒക്കെ എടുക്കുന്ന ആ ജോലിയുടെ ആ ഒരു കണക്കും അളവും ഒക്കെ അനുസരിച്ച് നമ്മൾ അത് വിലയിരുത്തും. എന്നിട്ടാണ് അവന് കൂലി കൊടുക്കുന്നത്. അപ്പം അവന്റെ ജോലി മോശമാണെങ്കിൽ, അവന്റെ പണി മോശമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവന് പൈസ കുറച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതിൽ തന്നെ വേറെ ചില വിഷയങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ചില ആളുകൾക്ക് കൂലി, നാട്ടുപുറത്തുള്ള നടപ്പ് കൂലി, അതിൽ നിന്നൊരു 100 രൂപ എങ്ങനെ കുറച്ചു കൊടുക്കാം, പിന്നെ അതിലുപരിയായിട്ട് നാട്ടുപുറത്ത് മറ്റുള്ളവർ എടുപ്പിക്കുന്ന സമയത്തെക്കാളും ഒരു അരമണിക്കൂർ കൂടെ കൂടുതൽ എങ്ങനെ തൊഴിൽ ചെയ്യിക്കാം, അവന് വിശ്രമം കൊടുക്കാതെ എങ്ങനെ മാക്സിമം അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം, അതുപോലെ തന്നെ മാന്യമായ ഭക്ഷണം കൊടുക്കാതെ വാട്ടുകപ്പ തിളപ്പിച്ചതും കാന്താരിമുളകും മത്തി ചുട്ടതും ഒക്കെ കൊടുത്ത് വളരെ നിസ്സാരമായിട്ട്, പിന്നെ വളരെ നമ്മുടെ ചെലവിലും പോലും നമ്മൾ ലാഭിച്ചുകൊണ്ട് അങ്ങനെയും നമ്മുടെ പൈസ നമുക്ക് ലാഭിക്കാമെന്ന് കരുതുന്ന ചില വ്യക്തികളുണ്ട്. ഇത് സത്യത്തിൽ ഇന്ന് ഇതിനൊക്കെ കുറെ മാറ്റമുണ്ട്. എന്നാൽ ഇന്നും മാറ്റം വരാതെ ഇതേ അവസ്ഥയിൽ തന്നെ തുടരുന്ന ചില വ്യക്തികളുണ്ട്. തൊഴിലാളികൾക്ക് യാതൊരു വിശ്രമവും കൊടുക്കാതെ അവരെ ഇട്ട് എത്രത്തോളം കഷ്ടപ്പെടുത്താവോ അത്രത്തോളം കഷ്ടപ്പെടുത്തി, ചെയ്യുന്ന തൊഴിലിന് തൃപ്തി വരാതെ അവരെ കുറ്റവും പറഞ്ഞ് അവസാനം അവരുടെ കൂലിയിലും കുറെ പിടിച്ചു വെച്ച്